നമ്മുടെ പഠനം തുടരുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന. അതിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ചിന്തിച്ചത് 5 അപ്പം കൊണ്ട് നമ്മുടെ കർത്താവ് 5000 പേരെ പോഷിപ്പിച്ച സംഭവമാണ് നമ്മൾ ചിന്തിച്ചത്. അതിലൂടെ നമ്മൾക്ക് ചില ആത്മീയ പാഠങ്ങൾ പഠിക്കാൻ കർത്താവ് കൃപ നൽകി. ഈ ഭാഗത്ത് 2 അടയാളങ്ങളുണ്ട്. അത് തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 2-ാമത്തെ അടയാളമാണ്. 15-ാം വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെയുള്ള 2-ാമത്തെ അടയാളം കർത്താവ് ചെയ്ത, മറ്റു സുവിശേഷങ്ങളിലെ ഭാഷയിൽ പറഞ്ഞാൽ അത്ഭുതം അല്ലെങ്കിൽ കർത്താവ് ചെയ്ത വീര്യപ്രവൃത്തി. നമ്മൾ ഈ പഠിച്ച കാര്യത്തിന്റെ ഒടുവിൽ 1-2 കാര്യങ്ങൾ ഞാനൊന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം, അടുത്ത അടയാളത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ നമ്മൾ കണ്ടു 2 അടയാളങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. അവിടെ 2 വസ്തുക്കളാണ് കർത്താവ് അത്ഭുതത്തിന് ഉപയോഗിക്കുന്നത്. ഒന്ന്, കർത്താവ് ഉപയോഗിക്കുന്നത് ബ്രെഡാണ്, അപ്പമാണ്. 2-ാമത്തത് മീനാണ്. കേട്ടോ, ഞാൻ ഇതൊന്ന് പഠിക്കാൻ ശ്രമിച്ച ഒരു കമന്ററി നോക്കിയപ്പോൾ ഒരു ദൈവദാസൻ എഴുതിയിരിക്കുന്ന ഒരു വലിയ സത്യം എനിക്ക് വളരെ നല്ലൊരു ചിന്തയായിട്ട് എനിക്ക് തോന്നി. അതിൽ മീൻ എന്ന് പറയുന്നത് ഫിഷറിങ് ആണ്, മീൻ പിടിക്കുക എന്നുള്ളത്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരോട്, ശിഷ്യന്മാരോട് നിയോഗമായി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് ചെയ്ത അടയാളത്തോട് ബന്ധപ്പെട്ട് പത്രോസിനോട് പറയുന്ന ഒരു വാചകമുണ്ട്. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് നോക്കുക. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. 10-ാം വാക്യം വളരെ. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവിടം തന്നെ യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. വലിയ ഒരു മീൻകൂട്ടത്തിന്റെ ഒരു അടയാളം, ഒരു അത്ഭുതം കർത്താവ് ചെയ്ത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാർക്ക് അവരുടെ വല കീറുമാറ് മത്സ്യങ്ങളെ കൊടുത്തിട്ട് കർത്താവ് പറയാണ്, നീ അത് വിട്ടേര്, ഇനി മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ ആ വചനം കൊടുത്തിരിക്കുന്നത് കുറെ കൂടെ വ്യക്തമായിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഫിയർ നോട്ട്, ഫ്രം ഹെൻസ്ഫോർത്ത് thou shalt catch men എന്നാണ് ഈ കിങ് ജെയിംസ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഫിഷേഴ്സ് ഓഫ് മെൻ എന്നാണ് മറ്റു ചില വേർഷനിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളെ പിടിക്കുന്നവർ ആക്കുമെന്നാണ്. അപ്പോൾ ഒന്ന് കർത്താവ് പറഞ്ഞത് മീൻപിടുത്തമാണ്. ഇവിടെ ഈ അപ്പവും മീനും വെളിപ്പെടുത്തുന്ന ഈ 2 വസ്തുക്കൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ, വസ്തുതകളിൽ ഒന്ന് സുവിശേഷീകരണമാണ്, ആത്മാക്കളെ നേടുന്നതാണ്, മീൻ പിടിക്കുന്നതാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലും ഈ ആശയം ഉൾക്കൊള്ളുന്ന ഒരടയാളം കാണാം. നമ്മളങ്ങനെ വിശദീകരിച്ചു പോകുന്നത് പഠനത്തോട് ബന്ധപ്പെട്ട അത്രയ്ക്കങ്ങ് വ്യാപകമാകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ മടങ്ങുന്നു. 2-ാമത് എന്താ കാണുന്നത്? അപ്പമാണ്. മീൻ കഴിഞ്ഞിട്ട് അപ്പമാണ്. അത് കർത്താവ് നുറുക്കി കൊടുക്കുക. ഇതെന്തിനാ കാണിക്കുന്നത്? രക്ഷിക്കപ്പെട്ട ഒരാത്മാവ്, ദൈവം
കർത്താവിന്റെ സുവിശേഷം കേട്ട് ആ ഒരു മീൻ പോലെ സുവിശേഷത്താൽ പിടിക്കപ്പെട്ട ഒരാള് ദൈവസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അദ്ദേഹം പങ്കാളിത്തം നേടുന്നത് തിരുവത്താഴവുമായിട്ടാണ്, അപ്പം നുറുക്കലുമായിട്ടാണ്. അപ്പോൾ ഒന്ന്, ഈ രണ്ട് സത്യങ്ങൾ കാണിക്കുന്ന വലിയ യാഥാർത്ഥ്യം: ഒന്ന്, മനുഷ്യരെ പിടിക്കുക; രണ്ട്, രക്ഷിക്കപ്പെട്ട ശേഷം വിശ്വാസികൾ ഒരുമിച്ച് കൂടി പങ്കിടുന്ന അപ്പവീഞ്ഞുകളുടെ പങ്കാളിത്തം. അപ്പം ഒന്നാകുകൊണ്ട് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. അത് നമ്മുടെ ഫെലോഷിപ്പ്, കൂട്ടായ്മയെ കാണിക്കുക, മ്യൂച്വൽ ഫെലോഷിപ്പ്. ഒന്ന്, ആദ്യത്തെ കാര്യം രക്ഷയെ കാണിക്കുകയാണ്, ഈ മീൻ്റെ കാര്യം. രണ്ടാമത്തത് അപ്പത്തിന്റെ കാര്യം, കൂട്ടായ്മയെ വെളിപ്പെടുത്തുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, അവിടെ 12-ാം വാക്യത്തിൽ, യോഹന്നാൻ 6:12 അടുത്ത് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്താണ്? ശേഷിച്ച കഷണം ഒന്നും, കർത്താവ് പ്രത്യേകിച്ച് അവരോട് പറഞ്ഞ ഒരു കാര്യമാണ്, ശേഷിച്ച കഷണം ഒരെണ്ണം പോലും പാഴായിപ്പോലും വേസ്റ്റാക്കി കളയാൻ പാടില്ല. അതെന്ത് ചെയ്യണം? ആ കഷ്ണം ഒന്നും നഷ്ടമാകാതെ ശേഖരിക്കണം. അത് ഞാൻ പറഞ്ഞു, നമ്മുടെ രക്ഷയുടെ ഭദ്രതയെ കാണിക്കുക. രക്ഷിക്കപ്പെട്ടവരാരും നഷ്ടപ്പെട്ടു പോകുന്നില്ല. കർത്താവ് അവരെ ശേഖരിച്ച് സൂക്ഷിക്കുന്നു. ഒടുക്കത്തെ നാളിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇനിയും ആ ശേഷിച്ച കഷണത്തോട് ബന്ധപ്പെട്ട് അടുത്ത് പറയുന്നത് 13-ാം വാക്യത്തിൽ പറയുന്നത് 12 കൊട്ട നിറച്ചെടുത്തു എന്നാണ്. 12 കുട്ട നിറച്ചെടുത്തു എന്ന്. നമ്മള് ദൈവവചനം വായിച്ചാൽ കുട്ട അഥവാ ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഈ പ്രയോഗം 2 വിധത്തിലുള്ള കുട്ടകളുണ്ട്. ഇവിടെ പറയുന്ന കുട്ട എന്ന് പറയുന്നത്, ഈ 12 കുട്ട എന്ന് ഇവിടെ പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ കൊഫീനോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൊഫീനോസ് എന്ന വാക്കാണ്. ഇത് ഹാൻഡ് ബാസ്ക്കറ്റ്, കയ്യിൽ പിടിക്കുവാൻ കഴിയുന്ന ബാസ്ക്കറ്റ്. അതിൽ 12 കൊട്ട നിറച്ചെടുത്തു എന്നാണ് ഈ യോഹന്നാൻ 6-ലെ അത്ഭുതത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. 4000 പേരെ പോഷിപ്പിച്ച ചരിത്രം അവിടെ പറയുന്നുണ്ട്. 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ച കാര്യം അവിടെ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറുമീനും കൊണ്ട് കർത്താവ് ആളുകളെ പോഷിപ്പിച്ചത്. ഏതാണ്ട് 4000 പേരെയാണ് അവിടെ പോഷിപ്പിച്ചത്. അത് തിന്ന് തൃപ്തരായ ശേഷം ബാക്കി നിറച്ചെടുത്ത കുട്ട എന്ന് പറയുന്നത്, അവിടെ പറയുന്നത് 7 വട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിലാണ് അതിൽ 7 വട്ടി നിറച്ചെടുത്തു എന്ന്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൊഫിനോസ് എന്ന വാക്കല്ല, സ്പ്യൂറിസ് എന്ന വാക്കാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന, കൊട്ടയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്പ്യൂരിസ് എന്ന വാക്കാണ്. അത് മലയാളത്തിൽ കൊട്ടയെന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്, വട്ടിന്നാണ്. വട്ടി എന്ന് പറയുന്നത് വലിയ ബാസ്ക്കറ്റാണ്. ഇനി അത് മനസ്സിലാക്കാൻ ഞാൻ ഒരു വാക്യം കൂടെ ചൂണ്ടിക്കാണിക്കും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ പൗലോസിനെതിരെ യഹൂദന്മാർ വലിയ കൂട്ടുകെട്ടുണ്ടാക്കി തന്നെ കൊന്നുകളയാൻ ശ്രമിച്ച ഒരു രംഗമുണ്ട് ആ 9-ാം അധ്യായത്തിൽ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായം. അതിന് 25-ാം വാക്യത്തിൽ, 9-ന്റെ 25-ാം വാക്യത്തിൽ പൗലോസിനെ അവിടുന്ന് രക്ഷിക്കുന്നത് യവന ഭാഷക്കാരായ 9-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. കൊട്ടയില്. എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ
ഒരു കൊട്ടയിലാക്കി മതിലിന്റെ വഴിയായിട്ട് ഇറക്കി വിട്ടു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈ സ്പുരിസ് എന്ന വാക്കാണ്. എന്താ, ഒരാളിനെ ഉൾക്കൊള്ളുന്ന കൊട്ടയാണ്, ഒരു മനുഷ്യനെ ഉൾക്കൊള്ളുന്ന കൊട്ടയാണ്. അത്രയ്ക്ക് വലിപ്പമുള്ള ആ കൊട്ടയിലാണ് നോക്കണം 7 വട്ടി നിറച്ചെടുത്തു എന്ന് പറയുന്നത്. കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്ക് എല്ലാത്തിനും വലിയ ആത്മീക അർത്ഥം, വ്യാപകമായ ആത്മീക അർത്ഥം അവയ്ക്കെല്ലാം ഉണ്ട്. അപ്പോൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ ശേഖരിച്ചു വെക്കണം എന്നുള്ളത് കർത്താവ് അത്ഭുതത്തിന്റെ ഒടുവിൽ ഈ 2 ഭാഗത്തും കർത്താവ് അത് വ്യക്തമാക്കുന്നു. ഇനി ഈ അത്ഭുതം കഴിഞ്ഞ് ഇനി നമുക്ക് യോഹന്നാൻ 6 വരാം, നമ്മുടെ തുടർ പഠനത്തിലേക്ക് വരാം. പെട്ടെന്ന് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. 15-ാം വാക്യം, 6-ന്റെ 15-ാം വാക്യത്തിൽ അടുത്ത അടയാളത്തിന് തൊട്ടു മുമ്പ് ഒരു വചനം പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. ഓക്കെ, എന്താ 15-ാം വാക്യം? അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക്. ഇപ്പോൾ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ സംഭവം, ആ അടയാളം കഴിഞ്ഞപ്പോൾ ജനം കർത്താവിന്റെ അടുക്കൽ വരികയാണ്, കർത്താവിനെ തേടി വരികയാണ്. അത് നമുക്ക് പിന്നാലെ കാണാം. അവരുടെ ഉദ്ദേശം എന്താണ്? ആ 15-ാം വാക്യത്തിലുണ്ട്. എന്താ അവരുടെ ഉദ്ദേശം? കർത്താവിനെ, യേശുവിനെ രാജാവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് അവർ വന്നത്. അപ്പോൾ കർത്താവ് അവര് രാജാവാക്കാൻ വരുന്നു എന്നറിഞ്ഞ് കർത്താവ് അവിടെ നിന്നില്ല. കർത്താവ് തനിച്ച് മലയിലേക്ക് കയറി. ഇന്ന് ആരെയെങ്കിലും രാജാവാക്കാൻ ജനം തീരുമാനിച്ചാൽ കാത്തു നിന്ന് അവരെ കൊണ്ട് പൂമാല ഇടിയിപ്പിച്ച് രാജാവാകുന്ന പ്രകൃതിയാണ് ഇന്നത്തെ മനുഷ്യർക്കുള്ളത്. നമ്മൾ ഇന്ന് ക്രൈസ്തവ ലോകത്തിത് ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അങ്ങാടിയിൽ വന്നനും പിന്നെ പള്ളിയിൽ മുഖ്യാസനം, സിംഹാസനം കിട്ടാൻ വേണ്ടിയുള്ള വ്യഗ്രതയും ബഹളവും ഒക്കെ. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശു അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത് ഈ ഭൂമിയിൽ രാജാവാകാൻ വേണ്ടിയല്ല. അതിൻ്റെ ഉദ്ദേശങ്ങൾ നമ്മൾ ഓരോന്നിനോടും ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നുണ്ട്, തുടർന്ന് നമ്മൾക്ക് ചിന്തിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവര് രാജാവാക്കാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞ് കർത്താവ് അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. ഇവര് കർത്താവിനെ രാജാവാക്കാൻ ശ്രമിച്ചതിൻ്റെ കാരണം, അതിൻ്റെ കാരണം എന്താ? അതിനൊരു കാരണവും ഞാനതിൻ്റെ വചനങ്ങളെല്ലാം എടുത്തു വായിക്കുന്നില്ല, സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആവർത്തനം 18-15 ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ മോശ പറഞ്ഞ ഒരു വചനം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. നമ്മൾ പലവട്ടം ഈ വചനം വായിച്ചിട്ടുണ്ട്. എന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. അതാണ് പലയിടത്തും ചോദിക്കും, നീ ആ പ്രവാചകനാണോ എന്ന് പുതിയ നിയമത്തിൽ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. യോഹന്നാൻ 1:21, 7:40 ഈ വചനങ്ങളിലൊക്കെ ചോദിക്കും, നീ ആ പ്രവാചകനാണ്. ഏത് പ്രവാചകൻ? മോശ പണ്ട് പറഞ്ഞല്ലോ, യേശുവേ മോശ പറഞ്ഞ ആ എന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന് മോശ പറഞ്ഞല്ലോ, ആ പ്രവാചകനാണോ അങ്ങ് എന്ന് യേശുവിനോട് അവർ പലവട്ടം ചോദിച്ചു. എന്തുകൊണ്ടാണ് മോശയായിരിക്കും ഈ വന്നത്? യേശുവിൽ മോശയെ അവർ കാണാനുള്ള കാരണം എന്താ? ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയാം. എന്താ അത്? കർത്താവ് ഈ അധ്യായത്തിൽ തന്നെ പറയുന്നു. ഈ 6-ാം അധ്യായത്തിൽ തന്നെ കർത്താവ് തുടർന്ന് അത് വ്യക്തമാക്കുന്നുണ്ട്. 31, 32 വാക്യങ്ങൾ. 6:31, 32 എന്താ? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു. ഇനി 32-ാം വാക്യം.
ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശ അല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവ് അത്രേ. നോക്കണം, മോശയാണ് മരുഭൂമിയിൽ വെച്ച് അവർക്ക് മന്ന കൊടുത്തതെന്നാണ് അവരുടെ ചിന്ത. ഇപ്പതാ ഈ യേശു വന്നപ്പോ എന്ത് ചെയ്തു? മന്ന പണ്ട് മോശ കൊടുത്തതുപോലെ വിശന്ന ജനങ്ങൾക്ക് ഇഷ്ടം പോലെ അവർക്ക് തിന്ന് തൃപ്തിയാകത്തക്ക വിധത്തിൽ അപ്പം കർത്താവ് നൽകി. അതുകൊണ്ട് അവര് ചിന്തിച്ചത് എന്താ? ഈ വന്നിരിക്കുന്നത് മോശയെ പോലെയുള്ള ആ പ്രവാചകനായിരിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് ഇവർ വന്ന യേശുക്രിസ്തുവിനെ, ഞാൻ പറയുന്നത് കണക്ട് ചെയ്ത് തന്നെ മനസ്സിലാക്കി, ഇവർ വന്ന് യേശുക്രിസ്തുവിനെ രാജാവാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ കർത്താവ് അതിന് നിന്നുകൊടുത്തില്ല. നിങ്ങൾ എന്നെ രാജാവാക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ കർത്താവ് അവിടെ നിന്ന് എന്താ ചെയ്തത്? ആ 15-ാം വാക്യം ഒന്നുകൂടി നോക്കുക. എന്താ? തനിച്ച് മലയിലേക്ക് കയറിപ്പോയി. കർത്താവ് തനി അങ്ങ് പോയി. ആരും എന്നെ തേടി വരണ്ട, ഞാൻ രാജാവാകാൻ ആഗ്രഹിക്കുന്നവനല്ല എന്ന് ഒരു സന്ദേശം അവർക്ക് നൽകിക്കൊണ്ട് കർത്താവ് അവിടെ നിന്ന് തനിയെ മലയിലേക്ക് പോയി. നമുക്കിവിടെ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങളൊന്ന് നോക്കാം. ഇവര് കർത്താവിനെ നോക്കണം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം നോക്കണം. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കും. 15-ാം. പിന്നെ നമുക്കൊന്ന് ഇത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ജനം യേശുക്രിസ്തുവിനെ രാജാവാക്കാൻ ശ്രമിക്കുക. ഞാനൊരു വലിയ സത്യം ഇവിടെ നിന്ന് പറയട്ടെ. കർത്താവ് അവിടെ നിന്ന് തനിയെ മലയ്ക്ക് പോയതിന്റെ കാരണം എന്താന്ന്? ശബരിമലയ്ക്കല്ല, ഒലിവുമലയ്ക്ക്, കേട്ടോ. കർത്താവ് മലയിൽ നിന്ന് തനിയെ ഒലിവുമലയിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്നറിയാമോ? കർത്താവ് അവരുടെ മുമ്പിൽ ഒരു വലിയ സത്യം വെളിപ്പെടുത്തുക. എല്ലാരും ചിന്തിക്കണേ, ഇതൊരു വലിയ ആത്മീയ സത്യമാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾ എന്നെ രാജാവാക്കിയിട്ട് ഞാൻ രാജാവാകണം, കേട്ടോ. കർത്താവ് അവരെ ഇവിടെ വ്യക്തമാക്കി. മനുഷ്യർ യേശുവിനെ രാജാവാക്കേണ്ട ആവശ്യമില്ല. രണ്ട് കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കാം. ഒന്ന്, യേശു ഓൾറെഡി രാജാവാണ്. ഇനി മനുഷ്യർ കർത്താവിനെ പിടിച്ച് രാജാവാക്കണ്ട. ആരാണ് കർത്താവിനെ രാജാവാക്കിയ? ജനമാണോ? നമുക്ക് നോക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ രണ്ടാം സങ്കീർത്തനം 6-ാം വാക്യം നോക്കുക. എടുക്കുന്നവരാദ്യം ഒന്ന് വായിച്ചു. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഇതാര് പറഞ്ഞതാ? പിതാവായ ദൈവം പറഞ്ഞതാ. യേശു കർത്താവ് ഒരല്പം പുച്ഛത്തോടെ പറഞ്ഞു, നിങ്ങൾ എന്നെ രാജാവാക്കണ്ട, നീ എന്നെ രാജാവാക്കണ്ട, എന്നാൽ എന്റെ പിതാവ്. 2-ാം സങ്കീർത്തനം യേശുക്രിസ്തുവിന്റെ സങ്കീർത്തനമാണ്. മാസിയാനിക് സാമാണ്, അഥവാ മശിഹൈക കീർത്തനമാണ്, മശിഹൈക സങ്കീർത്തനമാണ്. അത് മുഴുവൻ കർത്താവായ യേശുവിനെ കുറിച്ചാണ്. പുതിയ നിയമത്തിൽ ഈ 2-ാം സങ്കീർത്തനം പലവരും ആവർത്തിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. കർത്താവ് വ്യക്തമാക്കിയത് എന്താ? നീയൊക്കെ വന്ന് എന്നെ രാജാവാക്കേണ്ട കാര്യമില്ല, എന്നെ എന്റെ പിതാവ് രാജാവാക്കിയിരിക്കുക. സിയോനിൽ വാഴിക്കപ്പെട്ട പിതാവായ ദൈവത്താൽ അഭിഷിക്തനായ രാജാവാണ് കർത്താവായ യേശു ക്രിസ്തു. അതിന് വേറെ പല വാക്യങ്ങളുണ്ട്, കേട്ടോ. അത്രയും ഞാൻ വിശദീകരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. മീഖാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഉദ്ദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനിലൂടെ ദൈവം
മീഖ പ്രവാചകനിലൂടെ ദൈവം യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് മുൻകൂട്ടി പറയുന്ന ഒരു ഭാഗമുണ്ട്. 5-ാം അധ്യായം 2-ാം വാക്യം. മീഖ പ്രവചനം. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതി ആയിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ നീയോ ബേത്ലഹേമേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും എന്റെ ജനത്തെ ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഇതാര് പറയുന്നതാണ്? ദൈവം പറയുക, ഇസ്രായേലിന്റെ അധിപതി, ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്നവൻ എനിക്ക് അവിടെ നിന്ന് ബേത്ലഹേമിൽ നിന്ന് ഉദിച്ചു വരും. ഞാൻ അവിടെ വിടുകയാണ്, വിട്ടിട്ട് നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. യേശുക്രിസ്തു ജനിച്ചു കഴിഞ്ഞിട്ട് മത്തായി സുവിശേഷം 2-ാം അധ്യായം, ഇതെല്ലാം ലിങ്ക് ചെയ്ത് കിടക്കുന്ന വേദഭാഗങ്ങളാണ്. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ജനിച്ച വിവരം കിഴക്കുള്ള വിദ്വാൻമാർ, ഇന്ത്യയിൽ നിന്ന് പോലും ആ വിദ്വാൻമാർ ആ വിവരം അറിഞ്ഞു എന്നാണ് പണ്ഡിതാഭിപ്രായം. വിദ്വാൻമാർ യേശുക്രിസ്തു ജനിച്ചു എന്ന നക്ഷത്രം, അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാ, അവന്റെ നക്ഷത്രം ഞങ്ങൾ കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലെ? ആ നക്ഷത്രം കണ്ടിട്ട് അവർ യേശുവിനെ കാണുവാൻ പുറപ്പെടുന്ന രംഗമാണ് ഈ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ അന്വേഷിച്ചു പോയ വിദ്വാൻമാർ, ജ്ഞാനികൾ, അവർ ബേത്ലഹേമിൽ ചെന്നിട്ട്, അഥവാ യെരുശലേമിൽ ചെന്നിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം കണ്ടോ? 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നോക്കിയേ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? രാജാവായി പിറന്നവനെ രാജാവാക്കാൻ പോവുക ഇവര്. കണ്ടോ? യോഹന്നാൻ 6 കണ്ടോ? രാജാവായി പിറന്നവനെ എന്ത് ചെയ്യുക ഇവര്? യേശുക്രിസ്തു വ്യക്തമാക്കിയത്, നീ എന്നെ രാജാവാക്കണ്ട. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ എന്റെ പിതാവ് രാജാവാക്കിയിരിക്കുകയാണ്. ഞാൻ രാജാവായി പിറന്നവനാണ്. പിന്നെ നിങ്ങൾ എന്നെ പിടിച്ച് രാജാവാക്കേണ്ട കാര്യം എന്താ? ഇതാണ് കർത്താവ് തനിയെ മലയിലേക്ക് പോകാനുണ്ടായ കാരണം. ഞാനിവിടെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. പല ആളുകളും മത്തായി 2-ാം അധ്യായത്തിലെ, മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിലെ വിദ്വാൻമാർ, യേശുക്രിസ്തുവിനെ പേടിച്ച് ചെന്ന വിദ്വാൻമാർ എത്ര പേരാണെന്നാ ഞാൻ ചോദിച്ചിട്ട് തെറ്റായ ഉത്തരം വാങ്ങിയിട്ട് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിച്ച് ഉത്തരം കേൾക്കാൻ നിൽക്കുന്നില്ല. പലരും ധരിച്ചു വെച്ചിരിക്കുന്ന 3 വിദ്വാൻമാർ. പാട്ടിലെ യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ പിന്നെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, സിനിമാ ഗാനമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് 3 രാജാക്കന്മാർ എന്നാ പറഞ്ഞത്. 3 പേര് തേടിച്ചെന്നു എന്നാ പറഞ്ഞത്. എവിടാ? 3 പേരാണോ ചെന്ന്? ഈ 3 പേരാ ചെന്നെന്നുള്ള കണ്ടെത്തൽ എവിടുന്നാ വന്നതെന്നറിയാം? ഷൈജൻ ബ്രദറെ, അത് എവിടുന്നാ വന്നതെന്നറിയാം? പൊന്നും കുന്തിരിക്കോ മൂരും കാഴ്ചവെച്ച്, ഈ 3 വസ്തുക്കളല്ലേ കാഴ്ചവെച്ച്. അപ്പൊ എത്ര പേരാ പോയത്? 3 പേര്. ഇവിടെ ഒരിടത്തും പറഞ്ഞിട്ടില്ല 3 പേരാ പോയെന്ന്. ഈ ഭാഗത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. നോക്കണം, അവിടെ 3-ാം വാക്യത്തിൽ ഒരു പ്രയോഗം, മത്തായി 2-3 നോക്കിയേ. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെ ഭ്രമിച്ചു. 3 പേര് ചെന്നാൽ ഈ യെരുശലേം മുഴുവൻ ഭ്രമിക്കും. ചിന്തിച്ചു നോക്കി. ഒരിക്കലുമല്ല. ഒരു വേദശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്ന, അത് മഹാകവി KV സൈമണും തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വലിയ പണ്ഡിതന്റെ വാചകം കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 3 അല്ല 3000 അല്ല കർത്താവിനെ കാണാൻ അന്ന് അവിടെ ചെന്നതെന്നാണ്
ആ പണ്ഡിതന്മാരുടെ അഭിപ്രായം. പ്രിയപ്പെട്ടവരെ, യെരൂശലേം മുഴുവൻ ഭ്രമിച്ചുപോയി ഇവരവിടെ ചെന്ന് കഴിഞ്ഞിട്ട്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം എത്ര കൃത്യമാണ്. എന്താ? അവർക്കറിയാം, അവർ വായിച്ചിട്ടുണ്ട്. എവിടുന്ന്? മീഖ 5:2 വായിച്ച ഇവർ വരുന്നത്. എന്താ? ഇസ്രായേലിന് അധിപതിയായവനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്, യഹൂദന്മാരുടെ രാജാവാണ് ഈ വന്നിരിക്കുന്നതെന്ന് അവരറിഞ്ഞുകൊണ്ട് ചെന്നിട്ടാ ചോദിക്കുന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന്. നോക്കണം, യേശുക്രിസ്തു പിതാവിനാൽ രാജാവാക്കപ്പെട്ട രാജാവായി പിറന്നവനാണ്. ഇനിയും കർത്താവായ യേശുക്രിസ്തുവിനെ ഗർഭധാരണം ചെയ്യുന്നതോട് ബന്ധപ്പെട്ട് മറിയയോട് ദൂതൻ വന്ന് പറയുന്ന കാര്യം നമുക്കറിയാവുന്നു. ലൂക്കോസ് 1:32, ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം. ദൂതൻ മറിയോട് പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു പ്രാവചനികമായി പറയുന്നതാണ്. 1:30. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. യേശുക്രിസ്തുവിന്റെ ജനന വാർത്ത പറയുമ്പോൾ തന്നെ മറിയോട് പറയാണ്, നിന്റെ ഉദരത്തിൽ പിറക്കാൻ പോകുന്ന ആ കുഞ്ഞുണ്ടല്ലോ, സാധാരണ കുഞ്ഞല്ല ജനിക്കാൻ പോകുന്നത്, പിന്നെ നമ്മുടെ പിതാവായ ദാവീദ്, ആ ജനിക്കാൻ പോകുന്നവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ രാജാവായി വാഴും, അവൻ രാജാവായി ഭരിക്കും. അപ്പോൾ യേശുക്രിസ്തുവിനെ മനുഷ്യരാരും രാജാവാക്കേണ്ട ആവശ്യം ഒരിക്കലുമില്ല. ഈ രാജാവാക്കാൻ വന്ന പുള്ളികളുണ്ടല്ലോ, യേശുക്രിസ്തുവിനെ പിടിച്ച് അപ്പം തിന്നോണ്ട, ഇവൻ രാജാവായി കഴിഞ്ഞ് ഞങ്ങൾക്ക് പട്ടിണി ഉണ്ടാകത്തില്ലല്ലോ എന്നും അപ്പം തിന്നാൻ പറ്റും. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്? യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ വന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ രാജാവാക്കാൻ ശ്രമിച്ചവർ പിന്നീട് ചെയ്തത് എന്താണെന്നറിയാം? നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം എന്ന് പറഞ്ഞ് ഇവർ പിന്നീട് ചെയ്തത് എന്താ? 19-ാം അധ്യായത്തിലേക്ക് വന്നേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 2-ഉം 3-ഉം വാക്യം. 19-ന്റെ 2-3 വാക്യം. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു അവന്റെ തലയിൽ വെച്ച് ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. രാജാക്കന്മാർ ധരിക്കുന്നതാണ് ധൂമ്രവസ്ത്രം. രാജാക്കന്മാരുടെ തലയിൽ ആ കിരീടം വയ്ക്കുന്നു കേട്ടോ. കിരീടത്തിന് പകരം ഇവരെന്നാ കൊടുത്തത്? ഇന്നാളീ വന്ന് പിടിച്ച് രാജാവാക്കാൻ വന്ന പുള്ളികളാണ്, ആ മഹാന്മാരാണ്. ഇപ്പൊ വന്ന് യേശുക്രിസ്തുവിന്റെ തലയിൽ പൊൻകിരീടത്തിന് പകരം യേശുക്രിസ്തുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. രാജവസ്ത്രം ധരിപ്പിക്കേണ്ട യേശുക്രിസ്തുവിന് ധൂമ്രവസ്ത്രം ധരിപ്പിച്ച്, അതാണ് രാജവസ്ത്രമോ, ആ ധൂമ്രവസ്ത്രം ധരിപ്പിച്ച് കർത്താവിനെ, അടുത്ത വാചകം നോക്കിയേ, 3-ാം വാക്യം. അവന്റെ അടുക്കൽ ചെന്നു, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കന്നത്തടിച്ചു. രാജാവാക്കാൻ വന്ന ഈ മഹാന്മാർ ചെയ്ത പണി നോക്കി. എന്താ? യേശുക്രിസ്തുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ച് കർത്താവിനെ ധൂമ്രവസ്ത്രം ധരിപ്പിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് കരണത്തടിച്ചു. എത്രമാത്രം നിന്ദ്യമായിട്ടാണ് ഇവർ പെരുമാറി. യേശുക്രിസ്തുവിന്റെ രാജത്വത്തെ ഇവർ പരിഹസിക്കുക. എന്നാൽ ഞാൻ ഒരു വസ്തുത പറയട്ടെ. പീലാത്തോസിന് അറിയാമായിരുന്നു യേശുക്രിസ്തു ആരാണ്.
പീലാത്തോസ് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. പ്രസക്തം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു വലിയ ചോദ്യമുണ്ട്. 18-ാം അധ്യായം, യോഹന്നാൻ 18-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം. എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം എന്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികം. 33-ാം വാക്യത്തിൽ തുടങ്ങിയാണ്. ഇത് യേശുക്രിസ്തുവിന്റെ വിസ്താര സമയമാണ്. യേശുക്രിസ്തുവിനെ വിസ്തരിക്കുന്ന സമയമാണ്. 33-ാം വാക്യത്തിൽ പീലാത്തോസ് കർത്താവിനോട് ചോദിക്കുക, നീ യഹൂദന്മാരുടെ രാജാവോ? നീ യഹൂദന്മാരുടെ രാജാവോ? ഞാൻ നേരത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, മറക്കരുത്. എല്ലാവരുടെ ഓർമ്മയിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. യേശുക്രിസ്തു നമ്മള് പലപ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒരു തെറ്റായ കാര്യം പറയാറുണ്ട്. എന്താ? യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആള്. യേശുക്രിസ്തു ഒന്നും മിണ്ടിയില്ല. എന്തൊക്കെ ജനം ചെയ്തിട്ടും മഹാപുരോഹിതനും ഹേരോദാവും ഈ പീലാത്തോസും ഒക്കെ യേശുക്രിസ്തുവിനോട് എന്തൊക്കെ ചോദിച്ചിട്ടും കർത്താവ് മറുപടി ഒന്നും പറഞ്ഞില്ല, മിണ്ടിയേയില്ല. ശരിയാണ്, കർത്താവിനെ പീഡിപ്പിച്ചപ്പോൾ കർത്താവ് മിണ്ടിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം ജോസാറും രാജു മൈക്കിൾ സാറും ഒക്കെ ഷൈജം ബ്രദറും ഒക്കെ മറക്കാതെ ഓർത്തിരിക്കും. യേശുക്രിസ്തുവിന്റെ ആളത്വത്തെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് മുഴുവൻ യേശുക്രിസ്തു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മറ്റു ചോദ്യങ്ങളെല്ലാം കർത്താവ് വിട്ടു. കർത്താവിനെ ഉപദ്രവിച്ചപ്പോൾ കർത്താവ് തിരിച്ചു മിണ്ടിയില്ല. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കാരണത്തടിച്ചപ്പോഴും പുറമുഴവുചാല് പോലെ നീളത്തിൽ കീറിയപ്പോഴും ഒന്നും യേശു മിണ്ടിയില്ല. പക്ഷെ കർത്താവിനോട് ചോദിച്ച ചില ചോദ്യങ്ങൾ തന്റെ ആളത്വത്തെ ബാധിക്കുന്ന ചോദ്യങ്ങൾ. മഹാപുരോഹിതൻ ചോദിച്ചു, നീ വന്ധ്യനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോ? മറുപടി പറഞ്ഞു. നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ഞാനാണെന്ന് പറഞ്ഞു. കേട്ടോ? യേശുക്രിസ്തുവിന്റെ ആളത്വത്തെ ബാധിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ക്രിസ്തു വ്യക്തമായി മറുപടി പറഞ്ഞു. ഈ ചോദ്യം കണ്ടോ? പീലാത്തോസ് ചോദിച്ച ചോദ്യമാണ്. നീ എന്താ മിണ്ടാതിരിക്കും? നീ എന്നോട് പറ, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് തിരിച്ചൊരു ചോദ്യമൊക്കെ ചോദിക്കരുത്. നീ സ്വയമായി ചോദിക്കുന്നതാണോ അതോ മറ്റുള്ളവർ ചോദിച്ചിട്ട് ചോദിക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കർത്താവായ യേശുക്രിസ്തു അതിൽ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി നോക്കി. അതാണ് ഷൈജം ബ്രദർ വായിച്ചതെന്ന 36-ാം വാക്യം. ഞാൻ രാജാവാണ്, എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ്. ഒന്ന്, എന്റെ രാജ്യം ദൃശ്യമല്ല, വിസിബിൾ അല്ല, കാണപ്പെടാവുന്നതല്ല. രണ്ട്, എന്റെ രാജ്യം ഈ ലോകത്തിൽ നിന്നുള്ളതല്ല. നീ ഭരിക്കുന്നത് പോലെ, നീ ഗവർണറായി ഇരിക്കുന്നത് പോലെയുള്ള ഒരു രാജ്യത്തിന്റെ അധിപതി അല്ല ഞാൻ. എന്റെ രാജ്യം ഈ ഭൂമിയിൽ നിന്നുള്ളതല്ല. കർത്താവ് വ്യക്തമാക്കുക, എന്റെ രാജ്യം ഐഹികം അല്ല. ഇംഗ്ലീഷിൽ അത് വളരെ ക്ലിയർ ആണ്. മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൽ നിന്നുള്ളതല്ല എന്റെ രാജ്യം. എന്നിട്ട് കർത്താവ് പറയാണ്, എന്റെ രാജ്യം മാത്രമല്ല, എനിക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നോക്ക്, എനിക്ക് ചേവകരുണ്ട്, എനിക്ക് സൈന്യമുണ്ട്, 1000 10,000 കർത്താവ് പറഞ്ഞു 12 ലഗ്യോനിലധികം ഇപ്പൊ ഈ ക്ഷണത്തിൽ ഇവിടെ ഇറക്കാൻ പറ്റും. കർത്താവ് വ്യക്തമാക്കി, ഞാൻ രാജാവാണ്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് വിപുലമായി ചിന്തിച്ചാൽ നമ്മുടെ കർത്താവിന്റെ മഹത്വം എത്രയോ വലുതാണ്.
കർത്താവ് അവിടെ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ 37-ാം വാക്യത്തിൽ പറയുന്നു, പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെ അല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. കണ്ടോ? കർത്താവിന്റെ ആളത്വത്തെ കുറിച്ച് ചോദിച്ച ആ ചോദ്യത്തിന് യേശു ക്രിസ്തു എത്ര ശക്തമായിട്ടാണ് മറുപടി പറയുന്നത്. നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞു പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് രാജാവാണ്. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൽ അവന്റെ തുടമേലും നെറ്റിമേലും എഴുതി വച്ചിട്ടുണ്ട്, അവന് ദൈവവചനം എന്ന് പേര്. അവൻ രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. ലോക രാജാക്കന്മാർ മുഖാന്തരം എന്റെ കർത്താവിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്ന് കപ്പം കൊടുക്കുന്ന ഒരു ഭാവി വരാൻ പോവുകയാണ്. യേശു ക്രിസ്തു രാജാവാണ്. ജനം കർത്താവിനെ രാജാവാക്കേണ്ട ആവശ്യമില്ല. കർത്താവ് രാജാധി രാജാവാണ്. ഇതറിഞ്ഞ കർത്താവ് ഇവരെ കർത്താവിനെ പിടിച്ച് രാജാവാക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ കർത്താവിനെല്ലാം അറിയാമല്ലോ. അറിഞ്ഞ കർത്താവ് അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാതെ വണ്ണം തന്നെത്താൻ ഒഴിഞ്ഞ് കർത്താവ് മലയിലേക്ക് പോയി. എന്തിനാ മലയിലേക്ക് പോയത്? പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് മലയിലേക്ക് പോയത്. ഇനി അല്പം ജാഗ്രതയോടെ ശ്രദ്ധിക്കണേ. ഇവിടെ ഒരു നാടൻ ഭാഷ പറഞ്ഞാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നു. ഇപ്പൊ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ ട്വിസ്റ്റ് എന്നുള്ളൊരു വാക്ക്. ഇവിടെ കർത്താവ് മലയിലേക്ക് പോവുകയാണ്. എന്നാൽ ഈ മലയിലേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവ് ഒരു കാര്യം ചെയ്യും. ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് ഈ ജനത്തിനല്ല, 5000 പേരെ അല്ലെന്ന് നമുക്കറിയാമല്ലോ, ഈ ജനത്തിനല്ല, ഈ 12 പേരാ ഇതെല്ലാം വിളമ്പി കൊടുത്തു. ഒരു സദ്യ വിളമ്പിയാൽ ഉണ്ടാകുന്ന ആ ക്ഷീണമെന്ന് ഓർത്തു നോക്കിയേ. ഇത്രയും മഹാജനത്തെ ഈ അപ്പവും മീനും കൊടുത്ത് അവരെ തൃപ്തിയാക്കി ബാക്കി വന്ന 12 കൊട്ട അവര് ശേഖരിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാര് എന്ത് ക്ഷീണിച്ചിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. അത്രയ്ക്ക് ക്ഷീണിച്ചിരിക്കുകയാണ് ഈ ശിഷ്യന്മാർ. എന്നാൽ കർത്താവ് എന്താ ചെയ്തതെന്നറിയാം. മത്തായി എഴുതിയ സുവിശേഷം ഈ അത്ഭുതം നടന്ന ശേഷമുള്ള കാര്യം യോഹന്നാൻ പറയുന്നതും മത്തായി പറയുന്നതും തമ്മിൽ ചേർത്ത് വെച്ചെങ്കിലേ അത് പൂർണ്ണമാകൂ. നോക്കുക, മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. മത്തായി, യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ഇത് സമയം എപ്പോഴാണെന്നറിയാമോ? ഈ സന്ദർഭം പറഞ്ഞ് തൊട്ട് മുമ്പിലത്തെ വാക്യം നോക്കിയേ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവം. ആ അത്ഭുതം ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഉടനെ എഴുതിയിരിക്കുന്ന വാക്കുണ്ടോ? ഉടനെ. അൺസ്ട്രൈറ്റ് വേ എന്നാണ് ഇംഗ്ലീഷ്. ഉടനെ കർത്താവ് എന്താ ചെയ്യുന്നറിയാമോ? പുരുഷാരത്തെ പറഞ്ഞയക്കും. നിങ്ങൾ പൊക്കോന്നും പറഞ്ഞ് പുരുഷാരത്തെ വീട്ടിൽ പറഞ്ഞു വിടുക. ആ പറഞ്ഞയക്കുന്നതിനിടയിൽ കർത്താവ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാം? ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങള് അക്കരയ്ക്ക് പോകുവാൻ, തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ആ വാക്ക് അടിവര കൊടുക്കണം. ഏത്? നിർബന്ധിച്ച് പറഞ്ഞു വിടുക. ഈ പാവങ്ങൾ ഇത്രയും ക്ഷീണിച്ചു കഴിഞ്ഞിട്ട് ഇവരെ പിന്നെ എന്ത് ചെയ്യുക? ഈ അന്ന് നമ്മുടെ ഇഞ്ചൻ വെച്ച കപ്പലൊന്നും അല്ല, ബോട്ടൊന്നും അല്ല. ഇവരെന്ത് ചെയ്യണം? തണ്ടു വലിക്കണം. അവര് തുഴഞ്ഞു വേണം അക്കരയ്ക്ക് പോകാൻ. ദീർഘദൂരമുണ്ട്. ഈ സ്ഥലത്ത് നിന്ന് തിബരിയാസിൽ നിന്ന് കഫർനഹൂമിൽ എത്താൻ ദീർഘദൂരം പോകണം.
ഈ ദൂരം പോകാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്യുക? നിർബന്ധിച്ച് അവരെ അയക്കുക. എനിക്കിവിടെ ഒത്തിരി സന്ദേശങ്ങളുണ്ട്. നിർബന്ധിച്ച് അവരെ പറഞ്ഞയക്കുക. കര വിട്ട് പല നാഴിക ദൂരത്തായി എന്ന് 25-ാം വാക്യം. 24-ാം വാക്യത്തിലുണ്ട് പടവോ കര വിട്ട് പല നാഴിക ദൂര. 24-ാം വാക്യം. 25-ാം വാക്യം രാത്രി. കണ്ടോ? രാത്രിയാണ്. ഈ കർത്താവ് കണ്ണിച്ചോരയില്ലാത്ത കാര്യമില്ല. എന്നുവെച്ച് ഈ കർത്താവ് എന്താ ചെയ്തു? തന്നെ മലയെ കയറി പോയി പ്രാർത്ഥിക്കുന്നു. ഈ പാവങ്ങളെ പിടിച്ച് പിന്നെ ബോട്ടിനകത്ത് കയറ്റി അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചയച്ച പാതിരാത്രി അവരെ പറഞ്ഞയച്ചിട്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ തനിയെ മലയിൽ കയറിപ്പോയി. നമുക്ക് യോഹന്നാൻ 6-ലേക്ക് മടങ്ങി വരാം. 17-ാം വാക്യത്തിൽ കാണുന്നത് എന്താ? ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നില്ല. പടക് കയറി ഇവരക്കരയ്ക്ക് പോവാണ്. അപ്പോഴാണ് കടല് ഇളകുന്നതും പ്രശ്നം ഉണ്ടാകുന്നതും. കൊടുങ്കാറ്റടിച്ചു. 18-ാം വാക്യം. കൊടുങ്കാറ്റടിച്ചു, കടൽ ക്ഷോഭിച്ച് ആകപ്പാടെ മുങ്ങാൻ പോവുകയാണ്. മത്തായി സുവിശേഷം 14-ാം അധ്യായമൊക്കെ ചേർത്ത് വായിച്ചാൽ, മർക്കോസ് 4 ചേർത്ത് വായിച്ചാൽ അവര് മുങ്ങിത്താണ് ചാകാൻ തുടങ്ങുക. എന്നാൽ ആ ഭാഗം നോക്കണം. എനിക്ക് ഇരുട്ടായ ശേഷം കൂരിരുട്ട്, കുന്നിരുട്ട്. നമ്മള് ഇതൊക്കെ വായിച്ചു വിടാൻ എളുപ്പമല്ലേ അല്ലേ? നമ്മളായിരുന്നെങ്കിൽ അവിടെ അന്നുകൊണ്ട് ഈ പണി, യേശുവിന്റെ കൂടെയുള്ള പണി അന്ന് കണ്ട് നിർത്തിയാണ് അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി. അവരുടെ ഹൃദയത്തിലുണ്ടായ ചിന്തകൾ എന്തായിരിക്കും? ഇത്രയും നേരം ഇരുട്ടിയിട്ടും തനിയെ മലയിലേക്ക് പോയ കർത്താവ് എന്ത് ചെയ്തില്ല? അവരുടെ അടുക്കൽ കർത്താവ് വന്നിരുന്നില്ല. നോക്കണം 17-ാം വാക്യം. അവര് ഏകരായി തീർന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിവിടെയൊക്കെ ഒരുപാട് വലിയ ചിന്തകളുണ്ട്. എന്റെ ജീവിതത്തെ സമാശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്ത ഒരുപാട് അനുഗ്രഹീതമായ ചിന്തകൾ ഇവിടെ. ഇവര് വാസ്തവത്തിൽ ഈ പടകിൽ ഇരുന്നുകൊണ്ട് യേശുവെ എന്നൊന്ന് വിളിക്കേണ്ടിയിരുന്നു. പക്ഷേ ഇവർ എന്ത് ചെയ്തില്ല? അവർ കർത്താവിനെ വിളിക്കാനൊന്നും തയ്യാറാകും. അവിടെ എഴുതിയിരിക്കുന്ന മറ്റു ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത് അവർ തണ്ടു വലിച്ച് കുഴഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ സ്വപ്രയത്നം കൊണ്ട്, അവരുടെ പ്രയത്നം കൊണ്ട് ഈ കടലിനെ, ഈ പടകിനെ തീരത്ത് എത്തിക്കാനുള്ള ശ്രമമാണ്. യേശു കർത്താവിനെ ഒന്ന് വിളിക്കാനൊന്ന് അവര് മെനക്കെട്ടില്ല. നമ്മളോട് പോകാൻ പറഞ്ഞ ഒരു കർത്താവില്ലേ? പോകാൻ പറയുകയല്ല, പിന്നെ നിർബന്ധിച്ച് നമ്മളെ വിട്ട ഒരു കർത്താവില്ലേ? ആ കർത്താവിനോടൊന്ന് പറയണ്ടേ? സ്തോത്രം. എന്തിനാ ഞാൻ സ്തോത്രം പറഞ്ഞല്ലേ? കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാം? ഞാനിത് വിവാഹ ശുശ്രൂഷകളിൽ പോലും പ്രസംഗിച്ചിട്ടുള്ള ഒരു വേദഭാഗം. കർത്താവിന്റെ ആഗ്രഹം എന്താണെന്നറിയാം? നമ്മൾ അക്കരെ ചെല്ലണം എന്ന്. കർത്താവ് നിർബന്ധിക്കുക. സ്തോത്രം. നമ്മൾ അക്കരയ്ക്ക് പോകണം. ഇത് കർത്താവിന്റെ ആഗ്രഹം. ഞാൻ സുവിശേഷ പ്രസംഗം നടത്തിയിട്ടുള്ള പല സ്ഥലത്തും ഈ വാക്യം എടുത്ത് ദൈവനെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹം ഇക്കരെ എങ്ങനെയെങ്കിലും സുഖമായിട്ട് ജീവിക്കണം അല്ലേ? കർത്താവിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ?
നമ്മൾ അക്കരെ ചെല്ലും. ഒരു പാട്ട് സാധാരണ പാടാറുള്ള ഒരു പാട്ടുണ്ടല്ലോ, അത് നമ്മൾക്ക് ഈ പുതിയ പുതിയ പാട്ടുകളോട് വലിയ ഭ്രമമാണ്. അത് വേണം, അത് വേണ്ടെന്നല്ല, നല്ല പാട്ടുകളാണ്, ഞാനും എഴുതാറുണ്ട്, പാടണം. എന്നാൽ പഴയ പാട്ടുകളുടെ ആസ്വാദ്യതയുണ്ട്. ഞാൻ അരീപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ഈ അക്കരയ്ക്ക് പോകുന്നതിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഞാന് ഈ കർത്താവിന്റെ ആഗ്രഹം നമ്മളെല്ലാം അക്കരയ്ക്ക് പോകണം, അക്കരെ പാർക്കണമെന്നല്ല. ഒരു പരമഭക്തനായ ഒരു മനുഷ്യൻ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തെ എനിക്ക് അറിഞ്ഞുകൂടാ, ആരാ പാട്ട് എഴുതിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അക്കരയ്ക്ക് പോകാം ഇക്കരെ വിട്ടിടാം, അക്കരയാണ് എന്റെ ശാശ്വത നാട്. ആ ദൈവദാസൻ എഴുതിയ പാട്ടാ. ഇക്കരെ വിടാം, അക്കരയ്ക്ക് പോകാം, അക്കരയാണ് എന്റെ ശാശ്വത നാട്. ഈ പാട്ട് ഞാന് എന്റെ രാഗം അനുസരിച്ച് ഞാൻ അങ്ങ് പാടിയിട്ട് ഞാൻ പറഞ്ഞു, ഈ ദൈവദാസനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആ പാട്ട് പറഞ്ഞും പാടിയും ആ മെസ്സേജ് അവസാനിപ്പിച്ചപ്പോൾ ഒരു പരുക്കൻ ജൂബായി, ഒരു നരച്ച കൊടയും, ഒരു പരുക്കൻ ഒറ്റം കൊണ്ട് കൊടുത്ത് കറുത്ത് താടിയൊക്കെ വളർത്തിയ ഒരു പ്രായം ചെന്ന മനുഷ്യൻ എന്റെ അടുക്കൽ വന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, സാറേ, ആ പാട്ട് എഴുതി പാവപ്പെട്ട ഞാനാണ്. ഞാൻ അദ്ദേഹത്തെ എന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാനൊരു ചുംബനം ചെയ്തു. ദൈവത്തിന് സ്തോത്രം, പാവങ്ങളിൽ പാവമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? അക്കരയാണ് എന്റെ ശാശ്വത നാട്, എനിക്ക് അക്കരയ്ക്ക് പോകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശാശ്വത നാട് അക്കരയാണ്. ഈ കരയോടുള്ള സ്നേഹം നമ്മൾക്ക് പാടില്ല. ഞാനിങ്ങനെ പറഞ്ഞ് പോകാൻ ആഗ്രഹിക്കുക. ഈ കരയിൽ പാർക്കാനാണ് മിക്കവാറും എല്ലാവർക്കും ആഗ്രഹം. എന്നാൽ ഒരു വസ്തുത ഓർത്തോണം, ഇക്കര വിടാതെ അക്കരെ എത്തുകയില്ല. കേട്ടോ? ആലപ്പുഴയ്ക്ക് ചരക്കുമായിട്ട് പോയ, പണ്ട് വള്ളത്തേലാന്നല്ലോ കൊണ്ടുവന്ന്, ചരക്കുമായിട്ട് പോയ ഒരു കൂട്ടരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ പിതാവും പറഞ്ഞു തന്നിട്ടുണ്ട്. മലഞ്ചര കൊപ്രായൊക്കെ ചരക്ക് കയറ്റി ആലപ്പുഴ കൊണ്ട് വിൽക്കാനാണ്. വള്ളത്തെ കയറ്റി കഴിഞ്ഞിട്ട് കുറെ ദൂരം ചെന്ന് കഴിഞ്ഞിട്ട് ഇവര് വള്ളമൊക്കെ ഒന്ന് കെട്ടിയിട്ട് പോയി ഷാപ്പിൽ പോയി ശരിക്കൊന്ന് പൂശി ഒന്ന് കുടിച്ചു മദ്യപിച്ച് കിക്കായിട്ട് വന്ന് ഈ വണ്ടിക്കകത്ത് ഈ വള്ളത്തിൽ കയറി വള്ളം തുഴയുകയാണ്. എല്ലാരും കൂടെ വള്ളം തുഴയുക. നേരം വെളുത്തു നോക്കിയപ്പോഴും വള്ളം തിരുനക്കരെ തന്നെ കിടന്നു, ഒരിഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. കാര്യം എന്താണെന്നറിയാം? എന്താ? കെട്ടഴിച്ചു വിട്ടില്ല. തലയ്ക്ക് കെട്ടായപ്പോഴ് ഈ കെട്ടഴിക്കുന്ന കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞ പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കും. ആരായാലും ശരി, ഇക്കരയിലുള്ള കെട്ട് വിടാതെ അക്കരെ ചെല്ലാൻ പറ്റിയല്ല. സ്തോത്രം. പലർക്കും രണ്ടും വേണം. കക്ഷത്തിലിരിക്കുന്നത് പോകരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം. ഇത് രണ്ടും കൂടെ നടക്കത്തില്ല. ഇക്കര വിടണം. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അക്കരയ്ക്ക് പോകണം. നിർബന്ധിച്ച് കർത്താവ് വായിക്കുകയാണ്. പടകോ കരവിട്ട് പല നാഴിക ദൂരെ. ഞാനിങ്ങനെ പറയട്ടെ, കർത്താവ് പറഞ്ഞയച്ചാലും കർത്താവ് നിർബന്ധിച്ചയച്ചാലും, ഇത് ചുവന്ന മഷിക്ക് അടിവരയിട്ട് നോട്ടിൽ എഴുതി ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട കാര്യം ഇപ്പൊ ഞാൻ, കർത്താവാണ് പറഞ്ഞയക്കുന്നതെങ്കിലും കടല് ക്ഷോഭിക്കാം, കാറ്റടിക്കാം,
പടക് മുങ്ങുമാറാകൂളമാകാം. കേട്ടോ? ക്രിസ്തീയ ജീവിതത്തിൽ സുഖം പ്രതീക്ഷിച്ച് ആരും, യേശുവല്ലേ എന്നെ പറഞ്ഞു വിട്ടത്, യേശുവല്ലേ എന്നെ നിർബന്ധിച്ചു വിട്ടത്, എനിക്കൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല, ഈ യാത്രയിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, കാറ്റും ഉണ്ടാകത്തില്ല, കടലും ക്ഷോഭിക്കും, ചിന്തിക്കരുത്. അങ്ങനെയല്ല. യേശു പറഞ്ഞു വിട്ടാലും, യേശുവിന്റെ വാക്കനുസരിച്ചാണ് നീ പോകുന്നതെങ്കിലും പ്രശ്നമുണ്ടാകും, പ്രതിബന്ധമുണ്ടാകും. വിവാഹ ശുശ്രൂഷകളിൽ ഞാൻ ഇക്കാര്യം പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു പടകിൽ ഇന്ന് നിങ്ങൾ ആശിക്കുന്ന തുറമുഖത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ആരംഭിക്കുക ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓർത്തോണം, കർത്താവ് പറഞ്ഞിട്ടാ നിങ്ങൾ പോകുന്നത്. എന്നാലും നിങ്ങൾ ഓർത്തോണം, കുടുംബജീവിതം എന്നും സുഗമമായിരിക്കില്ല. പ്രശ്നങ്ങൾ വരും, പ്രതിബന്ധങ്ങൾ വരും. കേട്ടോ? ജോബിൻസനോടും പ്രിയ സുധിമോളോടും ഒക്കെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഓർക്കണം, പ്രശ്നങ്ങൾ വരും, കടൽ ഇളകാം, കൊടുങ്കാറ്റടിക്കാം. അതിന്റെ മുമ്പിൽ പതറുകയും പരസ്പരം പഴിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ സ്വർഗത്തിലേക്ക് അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ്. യാത്രയിൽ പ്രശ്നങ്ങൾ വരും, പ്രതീക്ഷിക്കണം. നമ്മളെ പറഞ്ഞയച്ചവൻ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു പക്ഷേ നമുക്ക് തോന്നിയെന്ന് വരാം. ഇല്ലേ? നിർബന്ധിച്ചയച്ചിട്ട് ഈ കർത്താവ് എന്തി ഇത്രയും ഇരുട്ടിയിട്ട് കർത്താവിടെ. എന്നാൽ ദൈവത്തിന് സ്തോത്രം. അവര് ചിന്തിച്ചു, ഞങ്ങളെ പറഞ്ഞു വിട്ട കർത്താവ് ഞങ്ങളെ മറന്നതാണോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു കാണും. എന്നാൽ ഞാൻ, എൻ്റെ പ്രിയമുള്ളവരെ, എളിമയോടെ എൻ്റെ കൈകൾ കൂപ്പി ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ പറയട്ടെ, യേശു കർത്താവ് നമ്മളെ തനിച്ചു വിടുകയില്ല. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കിയിട്ട് ആ വചനം നോക്കുക. 19-ാം വാക്യത്തിൽ അവർ 4-5 നാഴിക ദൂരത്തോളം എന്ത് ചെയ്തു? വലിച്ചു. കണ്ടുവരിക്കുക. വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് അവർ കണ്ടു. സഹോദരങ്ങളെ, വൈകിയാലും അവൻ വരും, കൈവിടുകയില്ല. എന്നാൽ ഇവിടെ ഈ ശിഷ്യന്മാർക്ക് ഒരു കാര്യം ചെയ്യാൻ, ഇത്രയും 4-5 നാഴികയൊക്കെ അവര് തന്നെത്താൻ ഈ പടകിങ്ങനെ വലിച്ച് തണ്ടുവലിച്ച് അവര് ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇടയ്ക്കൊന്ന് വിളിക്കാൻ, കർത്താവെ ഞങ്ങളെ പറഞ്ഞു വിട്ടവൻ അവിടുന്നാണല്ലോ, അവിടുന്ന് എന്ന് ചോദിക്കാമായിരുന്നു. അവര് ചോദിച്ചില്ല. എന്താ? പ്രാർത്ഥിച്ചില്ല. ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നിട്ടും അവരെന്ത് ചെയ്തില്ല? അവര് പ്രാർത്ഥിച്ചില്ല. സഹോദരങ്ങളെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ജീവിതയാത്രയിൽ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലാൻ നമുക്കൊരു സ്ഥലമുണ്ട്. നമ്മുടെ കർത്താവിനെ ഒന്ന് വിളിക്കണം, കർത്താവിനോട് പറയണം, കർത്താവെ ഞാൻ വലിയ വിഷമത്തില്ല, എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അവിടുന്ന് എന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് അക്കരെ എത്താൻ കഴിയുകയില്ല, ഞാനിവിടെ മുങ്ങിപ്പോകും, അതുകൊണ്ട് എന്നെ സഹായിക്കണം. ഇവര് വിളിച്ചില്ല, കർത്താവിനോട് അപേക്ഷിച്ചില്ല. ഞാൻ പറയട്ടെ, നമ്മൾ അപേക്ഷിച്ചില്ലെങ്കിലും, നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മളെ കൈവിടുവാൻ നമ്മുടെ കർത്താവിന് കഴിയില്ല. കർത്താവ് കടലിന്റെ മീതെ നടന്നു. അവരുടെ അടുക്കൽ കർത്താവ് വരിക. ഒരു വാക്യം, ഒരു വചനം ഒന്ന് ഉദ്ധരിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം
13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നവൻ തന്നെ ചെയ്തിരിക്കുന്നുവല്ലോ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അക്കരയ്ക്ക് പോകാൻ നമ്മളോട് പറഞ്ഞവൻ നമ്മുടെ അടുത്ത് മന്ത്രിക്കുകയാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കേട്ടോ, ഈ ധൈര്യം എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മളെ ഈ ധൈര്യം ഭരിക്കുവാൻ ആവശ്യം. കർത്താവ് ആ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവ് ഉയരത്തിലിരുന്ന്, അഥവാ മലയുടെ മുകളിലിരുന്ന് ഈ ശിഷ്യന്മാർ ഒറ്റയ്ക്കിങ്ങനെ അവരെ തനിച്ച് തണ്ടുവലിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് ഭാരപ്പെടുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? ആ മലയിലിരുന്ന് കർത്താവ് കാണുന്നുണ്ട് തൻ്റെ ശിഷ്യന്മാർ ഭാരപ്പെടുന്നത്, വേദനിക്കുന്നത്, അധ്വാനിക്കുന്നത്, ജീവനും മരണവും മരണത്തിനും ഇടയ്ക്ക് അവർ ബുദ്ധിമുട്ടുന്നത് കർത്താവ് കണ്ടോണ്ടിരിക്കുകയാണ്. കർത്താവിന് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ടോ ലോകം കണ്ടതിൽ ഇന്ന് വരെ ലോകം ഒരിക്കലും കാണാത്ത ഒരു മഹാസംഭവം, ആ കടലിന്റെ മീതെ നടന്ന് കർത്താവ് ആ പടകിന്റെ അടുക്കലേക്ക് വരിക. സഹോദരി സഹോദരന്മാരെ, എന്നെ ഈ ക്ലാസ് കഴിഞ്ഞ് യൂട്യൂബിലൊക്കെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, കർത്താവ് യേശു നമ്മളെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടുകയില്ല. നമ്മളെ തനിച്ച് കർത്താവ് വിടുകയില്ല, നമ്മളെ ഉപേക്ഷിക്കുകയില്ല. എന്നാൽ നമ്മള് കർത്താവിനെ വിടുമോ? നിർണായക സമയത്ത് ഞാൻ ഒരു വചനം അതിനും വായിച്ചു കേൾപ്പിക്കുക. നോക്കുക, മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 56-ാം വാക്യം. 26-ാം അധ്യായത്തിന്റെ 56-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ വാചകം. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. കണ്ടോ, നമ്മൾ നമ്മുടെ കർത്താവിനെ വിട്ടോടിപ്പോയി. എന്നാൽ നമ്മുടെ ഏകാന്തതയിലും നമ്മുടെ വേദനയിലും നമ്മുടെ കർത്താവ് നമ്മളെ തനിച്ചു വിടുകയില്ല. കേട്ടോ, നമ്മുടെ കൂടെ കർത്താവുണ്ട്. കർത്താവ് വരും, സമയം വൈകിയില്ല. ഞാൻ അതിങ്ങനെ പറയാം, യേശുക്രിസ്തുവിന്റെ സമയം, ദൈവത്തിന്റെ സമയത്തിന്റെ പേര് തക്ക സമയം എന്ന്. ആ തക്ക സമയത്ത് കർത്താവ് വരും. ഞാന് ഒരു വാക്ക് ധൈര്യത്തിനായിട്ട് പറയട്ടെ. ഞങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചിട്ട് 1980-ലാണ്, 45 വർഷം. അതുപോലെ തന്നെ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഒത്തിരി പേര് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളവരും ചിലരൊക്കെ വിളിക്കുകയും എന്നെ വിഷ് ചെയ്യുകയൊക്കെ ചെയ്താൽ. അപ്പോ എനിക്ക് 69 വയസ്സ് തികയാണ്. ഇന്നലെ 69 വയസ്സ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കർത്താവ് ഒരിക്കലും വളരെ ഭാരങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഞാൻ വിവാഹിതനായി കഴിഞ്ഞിട്ട് 13 വീടുകൾ ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്നാ ഓർക്കുന്നത്. 13 വീടുകൾ ഞാൻ മാറി താമസിച്ചിട്ടുണ്ട്. ഈ ഫർണിച്ചർ എല്ലാം വാരിക്കെട്ടി എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവരെയും കൊണ്ടൊക്കെ എന്തുമാ. എന്നാൽ കർത്താവ് മതിയായവനാണ്, കർത്താവ് വിശ്വസ്തനാണ്. അവൻ നമ്മെ കൈവിടുകയില്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല. ഈ ധൈര്യം നമുക്കുണ്ടായാൽ മതി. ചിലപ്പോ പടകങ്ങ് മുങ്ങാൻ തുടങ്ങുന്നെന്തോ നമ്മൾ വായിക്കുന്നുണ്ട്, പടക് മുങ്ങുമാറായി എന്ന് വായിക്കുന്നു. നിങ്ങൾക്ക് ആ വചനങ്ങളൊക്കെ അറിയാവുന്നുണ്ട്. മുങ്ങുമാറായി. പക്ഷെ ഓർക്കണം, മുങ്ങുമാറാകത്തേ ഉള്ളൂ, മുങ്ങാൻ അനുവദിക്കത്തില്ല.
മുങ്ങുന്നതിന് മുമ്പ് ആ പടകിൽ വരുന്നവനാണ് നമ്മുടെ കർത്താവ്. കടലിനെ ശാന്തമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മളെ രക്ഷിക്കുന്നവനാണ്. ഇവിടെ നമ്മൾ ഉടനെ ഇങ്ങനെയുള്ള ഭാരങ്ങളൊക്കെ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾ അങ്ങ് അങ്കലാപ്പിലാകും, വിചാരപ്പെട്, ഭാരപ്പെട്ട് തളർന്നു പോകും. ഇന്നത്തെ കുഞ്ഞുങ്ങളൊക്കെ ഈ വലിയ എന്തെങ്കിലും പ്രതിസന്ധിയൊക്കെ വരുമ്പോ അവർ കടുങ്കയൊക്കെ ചെയ്യാനാ പോകുന്നത് കേട്ടോ. അയ്യോ, എന്തൊരു അബദ്ധമാണ്, എന്തൊരു അപകടമാണ് എന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരിക്കലും അങ്ങനെ നമ്മുടെ മനസ്സിൽ പോലും ചിന്തകൾ വരരുത്. കാര്യം എന്താ? എന്റെ കർത്താവാ പറഞ്ഞത് പോകാൻ പറഞ്ഞത് എന്റെ കർത്താവാണെങ്കിൽ ആ കർത്താവ് എന്നെ കൈവിടുകയില്ല, കർത്താവ് എന്നെ ഉപേക്ഷിക്കുകയില്ല. ഒരു കപ്പലിൽ യാത്ര ചെയ്ത ഒരു മിഷണറി കുടുംബത്തെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കപ്പൽ യാത്രയിൽ ആ കപ്പൽ അങ്ങ് പ്രശ്നമായി, കടലിൽ വലിയ പ്രശ്നമുണ്ടായി, കപ്പൽ ആടി ഉഴലുകയാണ്, ഉലഞ്ഞു. എല്ലാവരും കിടന്ന് കാറി കൂവി നിലവിളിച്ച് ഭയങ്കര കരച്ചിലും ചിലർ പ്രാർത്ഥനയൊക്കെയാ. വലിയ പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴേ ഈ മിഷണറി ഉണ്ടല്ലോ, ആ മിഷണറി ആ ഷിപ്പിന്റെ ഡക്കിൽ കയറിയിട്ട് അതേ അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടും ഒക്കെ പാടി സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചിട്ട് അതേ ഇങ്ങനെ നടക്കുക. അദ്ദേഹത്തിന്റെ ഭാര്യ ഓടി വന്നിട്ട്, നിങ്ങൾ എന്തോ മനുഷ്യ കാണിക്കുന്നേ, എല്ലാരും മുങ്ങി ചാകാൻ തുടങ്ങുക, നിങ്ങൾ എന്തിനാ, എന്താ ഈ ഇങ്ങനെ ഒരു യാതൊരു വിധമായ വികാര വിക്ഷോഭമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്താണ്? ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് താഴോട്ട് വന്നിട്ട് തന്റെ ബാഗ് എടുത്തിട്ട് അതിനകത്ത് അവർ ഈ പഴവർഗ്ഗങ്ങളൊക്കെ മുറിച്ച് തിന്നാൻ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി ഇങ്ങോട്ട് എടുത്തിട്ട് തന്റെ ഭാര്യയെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് കൈയോട് വെച്ചിട്ട് കത്തി എടുത്ത് ഇങ്ങനെ കുത്താൻ തുടങ്ങി. ആ സ്ത്രീ ആ കൈ കിടന്ന് ചിരിച്ചു. ചോദിച്ചു, നീ എന്താണ് ചിരിച്ച, എന്താ നീ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഭർത്താവിന്റെ കയ്യിലാണ്, എന്നെ എൻ്റെ ഭർത്താവ് കൊല്ലുകയില്ല, എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധികളുടെ നടുവിൽ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു ചിന്ത ഇതായിരിക്കണം: എൻ്റെ കർത്താവുണ്ട് എന്നെ രക്ഷിക്കാൻ, എൻ്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല. പതറരുത്, ഉറച്ചു നിൽക്കാൻ നമ്മൾക്ക് സാധിക്കണം. ഇതാണ് വിശ്വാസ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കാണുന്നത് സന്ധ്യ രാത്രിക്ക് വഴിമാറി ഈ സഹോദരന്മാർ, ഈ ശിഷ്യന്മാർ കരവിട്ട് പല നാഴിക ദൂരത്തായി. അവിടെ നമ്മൾ വായിച്ചതുപോലെ കർത്താവ് അവർ 4-5 നാഴിക ദൂരത്തോളം സഞ്ചരിച്ചു. അവർ വളരെ പരിഭ്രാന്തരായി. എന്നിട്ടും കർത്താവ് വന്നില്ല. അനേക മൈൽ ഇനി അവർക്ക് പോകാനുണ്ട്. എവിടോട്ട്? കപ്പർന്നഹൂമിലേക്ക് പോകാനാ പറഞ്ഞ, അക്കരയ്ക്ക് പോകാനാ പറയുന്നത്. എന്നാൽ അവർ അധിക നേരം അങ്ങനെ ഭാരപ്പെടേണ്ടി വന്നില്ല. സംഭവിച്ചത് എന്താണ്? കർത്താവ് ആ കടലിന്റെ മീതെ നടന്ന് അവരുടെ അടുക്കിലേക്ക് വന്നു. വെള്ളത്തിന്റെ മീതെ നടന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മത്തായി സുവിശേഷം 14-ാം അധ്യായം കൂടെ ഒക്കെ ചേർത്ത് വെച്ച് പഠിക്കും. കടലിനെ ശാന്തമാക്കിയിട്ടല്ല, കാറ്റിനെ ശാന്തമാക്കിയിട്ടല്ല യേശുക്രിസ്തു വരുന്നത്. അപ്പോഴും കാറ്റടിക്കുക, കടല് മുങ്ങുക, കടല് ക്ഷോഭിച്ച് ബഹളം, വലിയ പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. പക്ഷെ കർത്താവ് ഈ കടലിനെ ശാന്തമാക്കിയിട്ടോ കാറ്റിനെ ശാന്തമാക്കിയിട്ടോ അല്ല, അതിന്റെ നടുവിലൂടെ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു പാഠം കർത്താവ് പഠിപ്പിക്കുക: കുഞ്ഞേ, നീ ഭാരപ്പെടുമ്പോൾ
നിന്റെ കൂടെ ഭാരപ്പെടുവാൻ കഴിയുന്നവനാണ് ഞാന്. നിന്റെ വേദന മാറ്റിയിട്ട് നിന്റെ അടുക്കലോട്ട് വരികയല്ല, നിന്റെ വേദന ഞാനും കൂടെ അനുഭവിച്ച് നിന്റെ അടുക്കൽ വന്ന് നിന്നെ വിടുവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വാക്യം വായിച്ച് ഇന്നത്തെ ക്ലാസ് നിർത്താമല്ലേ? എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തിരുവഴുത്തിൽ പറയുന്ന ഒരു കാര്യം. 17-ാം വാക്യം, 2:17. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. നമ്മളോട് സമ്പൂർണമായി താതാത്മ്യം പ്രാപിക്കുന്ന കർത്താവ്. 18-ാം വാക്യം, താൻ തന്നെ കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. പരീക്ഷിക്കപ്പെടുന്നവരെ, നമ്മുടെ പരീക്ഷകളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പരീക്ഷയോട് താതാത്മ്യം പ്രാപിച്ച് നമ്മളെ ആ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. 4:15 കൂടെ വായിക്കാമോ? എബ്രായർ 4:15. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് തുല്യമായി നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച ഒരു കർത്താവാണ് നമ്മുടെ പടകിനടുക്കലേക്ക് വരുന്നത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ധൈര്യത്തോടെ ആ കൃപാസനത്തിന് അടുത്ത് ചെന്ന് ബലം പ്രാപിക്കുവാൻ, ധൈര്യപ്പെടുവാൻ, കർത്താവിന്റെ രക്ഷ അനുഭവിക്കുവാൻ. 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം, 24, 25 വാക്യങ്ങളിൽ എബ്രായ ലേഖനകാരൻ പറഞ്ഞു, നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാണ്. നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ, സമ്പൂർണമായി വിടുതൽ നൽകുവാൻ കർത്താവ് ശക്തനാണ്. ഈ കർത്താവിനെ അവർക്ക് അന്നേരം തിരിച്ചറിയാൻ പറ്റിയില്ല. അതൊക്കെ നമ്മൾക്ക് പിന്നാലെ ചിന്തിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. നമ്മുടെ യാത്ര തുടരാം. നമ്മുടെ യാത്രയിൽ വരുന്ന പ്രതിബന്ധങ്ങളുടെ നടുവിൽ ഒരിക്കലും പതറിപ്പോകാതെ എൻ്റെ കർത്താവ് തക്ക സമയത്ത് തന്നെ വിടുവിക്കുമെന്നുള്ള വലിയ ധൈര്യത്തോടെ നമ്മൾക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.